ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും സ്കൂളിൽ പഠിക്കുന്ന മക്കളെക്കുറിച്ച്, പാരൻസും അവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. കാര്യം നമ്മുടെ ഇടയിൽ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരോടും ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും മക്കളോടിരുന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തിൽ കൂട്ടുകാരെ പോലെ പെരുമാറുക. നിങ്ങൾ സംസാരിക്കുക, ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു, സ്കൂളിൽ എന്തായിരുന്നു, അങ്ങനെയുള്ള ഒരു ചാറ്റിംഗ് നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവരുടെ ബാഗ് ഒന്ന് പരിശോധിക്കണം. അത് ഒരു പോലീസ് മുറയിലാകരുത്. അത് വളരെ തന്ത്രപരമായിട്ട് അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ആ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. മുട്ടായോ മൊബൈൽ ഫോണോ ഇങ്ങനെയൊക്കെ ഉള്ളത്, കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുമ്പം ഇൻ്റർനെറ്റ് ആക്സസ്. അത് കഴിവതും നിങ്ങളുടെ പ്രസൻസിലല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. അത് വളരെ ദോഷം ചെയ്യും കുട്ടികളിൽ. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമാണ്, പക്ഷെ അത് എപ്പോഴും നിങ്ങളുടെ പ്രസൻസിൽ ആയിരിക്കണം. കുട്ടികൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുക. മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, പിന്നെ ഡെസ്ക്ടോപ്പ്, ഏതിലായിരുന്നാലും എപ്പോഴും നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിശ്വസിച്ച എല്ലാം കൈ കൊടുക്കരുത്. അത് വല്ലാതെ ദോഷം ചെയ്യും. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ലേറ്റായി പോകും നമുക്ക് കണ്ടുപിടിക്കാനും എടുക്കാനൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിക്കണം. പിന്നെ മുറി അടച്ചിരുന്ന് പഠിക്കാൻ അവിടെ അനുവദിക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. മുറി അടച്ചിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ പ്രസൻസിലല്ലാതെ ഇൻ്റർനെറ്റ് കൊടുക്കരുത്. ബാഗ് സ്കൂളിൽ നിന്ന് വന്നാൽ പരിശോധിക്കണം. ഈ 3 കാര്യങ്ങളും വളരെ കണ്ടീഷണലായിട്ടാണ് ഏതൊരു പാരൻറ്റും ചെയ്യേണ്ടത്. അത് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഈ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവിധ ഓണാശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു സംഭാഷണം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.